ഒരു പിടി മലയാള ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് ആലപ്പി അഷ്റഫ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. നടൻ ബിജു മേനോൻ നേരിട്ടൊരു മോശം അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് അഷ്റഫ്. ആ സംഭവം ആലപ്പി അഷ്റഫ് പങ്കുവയ്ക്കുന്നത് ഇങ്ങനെ: ബിജു മേനോൻ ഒരു പാവമാണ്, ഒരു ശുദ്ധനാണ്, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യില്ല. അഭിനയവും കുടുംബവും നോക്കി ജീവിക്കുന്നയാളാണ്. താരം കുതിച്ചുയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത്. അദ്ദേഹം അന്ന് വിവാഹം കഴിച്ചിട്ടില്ല. ജനങ്ങൾക്കെല്ലാം അയാളെ ഇഷ്ടമാണ്. ഒരിക്കൽ തിരുവനന്തപുരത്ത് ബിജു മേനോൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു. ആ വേദിയിൽ ഒരു വനിതാ MLA ഉണ്ടായിരുന്നു. പരിപാടി അവസാനിച്ചപ്പോൾ MLA ബിജു മേനോന്റെ അടുത്ത് ചെന്ന് പരിചയപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ബിജു മേനോന്റെ നമ്പർ വാങ്ങിച്ചു. ഭരണത്തിലിരിക്കുന്ന ഒരു ശക്തിയായ നേതാവായിരുന്നു അവരപ്പോൾ. തൊട്ടടുത്ത ദിവസം അവർ ബിജു മേനോനെ വിളിച്ചു. അങ്ങനെ കുറേ നാൾ അവർ അയാളെ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചിരുന്നു. ആ വിളി പിന്നീട് രാത്രി സമയങ്ങളിലേക്ക് മാറി. ഇങ്ങനെ വിളിക്കുന്നതിൽ ബിജുവിന് ചില പേടിയും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ബിജുവിന്റെ ഷർട്ടിന്റെ സൈസ് ചോദിച്ചു. എന്നിട്ട് കുറച്ച് ഷർട്ടുകൾ വാങ്ങി മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അങ്ങനെ ബിജു മേനോനോട് അവർക്ക് ഭ്രാന്തമായി പ്രണയമായി. ആ സമയത്താണ് ബിജു മേനോനും സുഹൃത്തുക്കളും സിലോണിൽ ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. പോയി കഴിഞ്ഞാൽ ഏകദേശം 9 ദിവസങ്ങൾ കഴിഞ്ഞ് അവർ തിരികെ എത്തൂ. ഈ വിവരം ബിജു മേനോൻ സൗഹൃദ സംഭാഷണത്തിനിടയിൽ MLAയോട് പറഞ്ഞു. പോകണ്ടെന്നായിരുന്നു MLAയുടെ മറുപടി. ബിജു മേനോൻ പോകുമെന്ന നിലപാട് ഉറപ്പിച്ചു നിന്നതോടെ അവരുടെ സംസാര രീതി മാറുകയായിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാവിനെ പോലും വരച്ച വരയിൽ നിർത്തിയ MLA ആണ് താനെന്നായിരുന്നു അവർ ബിജുവിനോട് പറഞ്ഞത്. പിന്നെയാണോ ബിജു മേനോൻ എന്നും MLA പറഞ്ഞു. തൊട്ടടുത്ത ദിവസം താരവും സുഹൃത്തുക്കളും സിലോണിൽ പോയി. അവരുടെ കൂട്ടത്തിൽ നിർമ്മാതാവായ സുരേഷ് കുമാറും ഉണ്ടായിരുന്നു. സിലോണിൽ പോയി 4 ദിവസം കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാർ എന്നെ വിളിച്ചു. സിലോണിൽ നിന്ന് എത്തിയതോടെ സുരേഷ് കുമാർ ആ വനിതാ MLAയുടെ ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുകയായിരുന്നു. അവിടെ MLAയോടൊപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇതോടെ സുരേഷ് കുമാറും ബിജു മേനോനും K കരുണാകരന്റെ മകൾ പത്മജയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. സംഭവങ്ങളെല്ലാം പത്മജയോട് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ പത്മജ ആ MLA വിളിച്ച് നന്നായി ശകാരിച്ചു. ഇനിയൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് പത്മജ വാക്കുകൊടുത്തതിന് ശേഷമാണ് ബിജു മേനോനും സുരേഷ് കുമാറും അവിടെ നിന്ന് പോയത്. പിന്നീട് ഒരു ശല്യവും ഉണ്ടായിട്ടില്ലെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി വോയിസ്.